ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു PSC ലൈഫ് ടോക്സ്. വീണ്ടും LP ഇന്റർവ്യൂകളിൽ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. UP ഇന്റർവ്യൂ പ്രതീക്ഷിച്ചിരിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇതില് പ്രൈമറി കുട്ടികൾക്ക് എങ്ങനെ ഇത് അവതരിപ്പിക്കാം എന്ന ഒരു വാക്കാണ് നമുക്കൊരു വ്യത്യാസമായിട്ട് UP ആയിട്ട് ഉള്ളൂ. കാരണം അത് അത്തരം ചോദ്യങ്ങൾക്ക് പ്രൈമറി കുട്ടികൾക്ക് എങ്ങനെ അവതരിപ്പിക്കണം എന്ന് ഉത്തരം കൊടുക്കണം. ബാക്കി എല്ലാ ചോദ്യങ്ങളും നമ്മുടെ DLED, B.Ed അതുപോലെ തന്നെ ഹാൻഡ് ബുക്കുകൾ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. മറ്റ് ഒരു വിഭാഗം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ വരുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യങ്ങളുടെ പാറ്റേൺ തന്നെയായിരിക്കും UPക്കും ഉണ്ടായിരിക്കുക. ആകെ ഒരു വ്യത്യാസം എന്നുള്ളത് പ്രൈമറി കുട്ടികൾക്ക് എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ളത് UP ക്ലാസ്സിലെ കുട്ടികൾക്ക് എങ്ങനെ അവതരിപ്പിക്കാം എന്നൊരു ചോദ്യം ആയിരിക്കും. തരത്തിലുള്ള ഒരു ചോദ്യമായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ സയൻസ്, അതുപോലെ മാത്സ് ഒക്കെ ഒരല്പം കൂടി കട്ടി കൂടിയ തരത്തിൽ, അതായത് നെക്സ്റ്റ് ലെവലിലുള്ള കുട്ടികളാണല്ലോ, അവർക്ക് എങ്ങനെ അവതരിപ്പിക്കാം എന്ന തരത്തിലുള്ള അതിലുള്ള ആശയങ്ങൾ ഒക്കെ ആയിരിക്കും ചോദിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ചോദ്യങ്ങളും ഇതേ ടോപ്പിക്സ് തന്നെയാണ് UPയിലും ഉണ്ടായിരിക്കുക. ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് ചോദിക്കുമ്പോൾ, എങ്ങനെ ക്ലാസ് എടുക്കാം എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ആശയം മാത്രം വ്യത്യസ്തമായിരിക്കും. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു UP ഇന്റർവ്യൂ കഴിയുന്നത് വരെ ക്ലാസ് തുടരണമെന്ന്. തീർച്ചയായിട്ടും UP ഇന്റർവ്യൂ കഴിയുന്നത് വരെ തന്നെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ സെലക്ട് ചെയ്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. മലയാളത്തിലെ ചോദ്യമാണ് ആദ്യമായിട്ട്. മലയാള ബാല സാഹിത്യം എന്ന് കേൾക്കുമ്പോൾ ആരുടെ എല്ലാം പേരാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും CP പള്ളിപ്പുറം സാർ, അതുപോലെ തന്നെ നരേന്ദ്രനാഥ്, കുഞ്ഞുണ്ണി മാഷ്, ഇവരുടെയൊക്കെ പേരുകളാണ് നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത്. ഇനി അടുത്തൊരു ലെവല് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇവരുടെയൊക്കെ വർക്ക്സ് ഏതൊക്കെയാണ്. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് ബാലസാഹിത്യത്തിൽ വരുന്ന വ്യക്തികൾ ആരാണ് എന്നൊരു ചോദ്യം ചോദിച്ച് നമ്മളൊരു ഉത്തരം പറയുമ്പോൾ അവരുടെ വർക്ക് കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. CP പള്ളിപ്പുറം സാറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു 3-4 വർക്ക് ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൂപ്പൻ താടിയുടെ സ്വർഗയാത്ര എന്ന് പറയുന്ന ഒരു പുസ്തകം, ചെണ്ട എന്ന പുസ്തകമുണ്ട്. പിന്നെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, 100 അക്ഷരപ്പാട്ടുകൾ, മിന്നാമിനുങ്ങ്, ഉണ്ടനും മുണ്ടിയും പുലിയച്ചനും, തേൻതുള്ളികൾ, കാട്ടിലെ കഥകൾ, നമ്പൂരച്ചനും ഭൂതവും. ഇതെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ബുക്കുകളാണ്. നമ്മൾ സാധാരണ നമ്മുടെ ലൈബ്രറിയിലൊക്കെ കാണുന്ന പുസ്തകങ്ങളാണ്, സ്കൂൾ ലൈബ്രറിയിൽ കാണുന്ന പുസ്തകങ്ങളാണ്. മറ്റൊന്ന് കുഞ്ഞുണ്ണി മാഷിന്റെ കുറച്ച് കവിതകൾ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു കവിത നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കാം. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാവുന്ന 2 പുസ്തകങ്ങള് കുട്ടി പെൻസിൽ, ഉണ്ടനും മുണ്ടിയും, അതുപോലെ നമ്പൂതിരി ഫലിതങ്ങൾ, ഊണ് തൊട്ടുറക്കം വരെ. ഇതെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. ചക്കരപ്പാവ ഒരെണ്ണം വളരെ രസകരമായിട്ടുള്ള ഒന്നാണ്. കദളിപ്പഴം, ഇത്രയൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഇതൊക്കെ കുഞ്ഞുണ്ണി മാഷിന്റെ പുസ്തകങ്ങൾ. നിങ്ങൾ കൂടുതൽ വിക്കിയിലൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. പെട്ടെന്ന് ഓർമ്മയുള്ളത് ഞാൻ പറഞ്ഞു, ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചോദിക്കാൻ സാധ്യതയുണ്ട്, കാരണം ചോദ്യങ്ങൾ ഒരു സെക്ഷൻ കഴിയുമ്പോൾ അടുത്ത സെക്ഷനിലേക്ക് ലെവല് കൂടി, ചോദ്യങ്ങളുടെ ഒരു കാഠിന്യം കൂടി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു ലെവലില് ബാലസാഹിത്യകാരന്മാർ ആരെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ലെവലില് ഇവരുടെ വർക്ക്സ് ആയിരിക്കും ചോദിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി, വളരെ രസകരമായിട്ട് എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്ന ഒരു വ്യക്തി, ഒരു കഥാകാരൻ എന്ന് പറയുന്നത് ഈ നരേന്ദ്രനാഥ്. വളരെ രസകരമാണ് ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. ചെറിയ നോവല്ല എന്നൊക്കെ പറയും, ചെറിയ നോവല് പോലെയൊക്കെയാണ്. എങ്കിൽ പോലും അക്ഷരങ്ങൾ ഉറച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വായിക്കാനായിട്ട് നൽകാവുന്ന പുസ്തകങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെത്. ഇദ്ദേഹത്തിന്റെ കുഞ്ഞിക്കുനൻ, വികൃതിരാമൻ,
അതുപോലെ തന്നെ ഇത്തിരി കുഞ്ഞൻ, മനസ്സറിയും യന്ത്രം, ഇതൊക്കെ വളരെ രസകരമായിട്ടുള്ള 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ നമുക്ക് റെഫർ ചെയ്ത് കൊടുക്കാവുന്ന പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു പാലക്കാട്, തൃശ്ശൂരൊക്കെ ആയിട്ടാണ് ആളുടെ ഒരു ജനനവും വിദ്യാഭ്യാസമൊക്കെ. അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ വർക്ക്സ് ഒക്കെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കി പോകാവുന്നതാണ്. നമുക്ക് എന്തായാലും ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് അദ്ദേഹത്തിന്റെ വർക്കുകൾ. കുട്ടികൾക്ക് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് വായിക്കാൻ നൽകാവുന്ന സംഭവങ്ങളാണ് ലഘു ജീവചരിത്രങ്ങള്, പ്രകൃതി കഥകള്, ചരിത്ര കഥകള്, പുരാണ കഥകൾ, സാഹസിക കഥകൾ. നമ്മള് 10 രൂപയുടെയൊക്കെ, പണ്ട് 10 രൂപയ്ക്കായിരുന്നു, ഇപ്പൊ എത്രയാണെന്ന് അറിയില്ല, 10 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഒരു പുസ്തകമാണ് ബീർബൽ കഥകൾ, കുഞ്ഞാലിരാമൻ കഥകൾ, കായംകുളം കൊച്ചുണ്ണി, അതുപോലെ കടമറ്റത്ത് കത്തനാർ. ഇദ്ദേഹത്തിന്റെ ഒക്കെ ചെറിയൊരു അംശം മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ കൂടുതൽ കുട്ടികൾക്ക് തുടർന്ന് വായിക്കാൻ ഒരു തുടർ വായനയ്ക്ക് സാധ്യത ഒരുക്കുന്ന വിധത്തിലാണ് ഇത്തരം പുസ്തകങ്ങളെല്ലാം. ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ അവര് തുടർന്ന് കുറച്ചും കൂടി അടുത്ത ലെവലിൽ എത്തുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ചെറിയ കുട്ടികൾക്ക് വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, ചെറിയ ചെറിയ പുസ്തകങ്ങൾ, അതായത് കളിക്കുടുക്ക, മിന്നാമിന്നി, തളിര്, വിദ്യാരംഗം, കുട്ടികളുടെ ദീപിക, തത്തമ്മ, ബാലരമ ഡൈജസ്റ്റ്, യുറീക്ക, ശാസ്ത്ര കേരളം, ഇതെല്ലാം തന്നെ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന പുസ്തകങ്ങളാണ്. അത് വായിക്കാനായിട്ട് നമുക്ക് പേര് പറയാൻ സജസ്റ്റ് ചെയ്താൽ, മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പുസ്തകങ്ങൾ ഏതൊക്കെ സജസ്റ്റ് ചെയ്യാവുന്ന പുസ്തകങ്ങൾ, നമുക്ക് നമ്മുടെ ക്ലാസ് ലൈബ്രറിയിൽ സൂക്ഷിക്കാവുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ പറയാവുന്ന പുസ്തകങ്ങളാണ് ഇതെല്ലാം തന്നെ. മലയാളത്തിൽ നിന്ന് തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ചൊൽക്കാഴ്ച. എന്താണ് ചൊൽക്കാഴ്ച? കവിത ചൊല്ലുന്നതിനോടൊപ്പം തന്നെ അത് ദൃശ്യാനുഭവമാക്കി അവതരിപ്പിക്കുന്നതിനെയാണ് ചൊൽക്കാഴ്ച എന്ന് പറയുന്നത്. ICT അധിഷ്ഠിതമായിട്ട് നാടൻ പാട്ടുകളുടെ ദൃശ്യഭംഗി ആസ്വദിക്കൽ എന്നുള്ള പറയുന്നത് ഒരു ചൊൽക്കാഴ്ചയാണ്. നമ്മൾ കേൾക്കുക, ഒപ്പം തന്നെ അതിന്റെ ഒരു ദൃശ്യഭംഗി കൂടി നമ്മൾ അറിയുക, അതിനെയാണ് ചൊൽക്കാഴ്ച എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ചൊൽക്കാഴ്ച എന്നത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം, നാടൻ പാട്ട്, വായ്ത്താരി, ഇതിന്റെ ഇമ്പോർട്ടൻസ് ചെറിയ കുട്ടികളിൽ എന്തെല്ലാം യൂസ്ഫുൾ ആണോ, ചെറിയ കുട്ടികൾക്ക് ഇതെല്ലാം യൂസ്ഫുൾ ആണോ എന്നും, അതുപോലെ തന്നെ ഇതുകൊണ്ട് എന്തൊക്കെ അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള കഴിവുകൾ വികസിപ്പിക്കാനായിട്ട് ഇത്തരം സംഭവങ്ങൾ, അതായത് വായ്ത്താരി പഠിക്കുക അല്ലെങ്കിൽ നാടൻ പാട്ട് പഠിക്കുക, ഇതൊക്കെ ഹെൽപ്ഫുൾ ആകും എന്ന് ചോദിച്ചിട്ടുണ്ട്. വായ്ത്താരി എന്ന് പറയുന്നത് ക്ലാസ് റൂം കുറച്ചുകൂടി എനർജറ്റിക് ആവാനും കുട്ടികൾക്ക് വളരെ രസകരമായിട്ട് ക്ലാസ് റൂം എൻജോയ് ചെയ്ത് പഠിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് വായ്ത്താരികളും നാടൻ പാട്ടുകളും. നാടൻ പാട്ടുകളൊക്കെ സംഘം ചേർന്നോ അല്ലാതെയൊക്കെ താളമിട്ട് പാടുന്ന പാട്ടുകളാണ്. കുട്ടികൾ ഒരുപാട് നാടൻ പാട്ട് അറിയുന്ന കുട്ടികളുണ്ടാവും. തീർച്ചയായിട്ടും ക്ലാസ് റൂം വളരെ ലൈവ്ലി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നാടൻ പാട്ടുകൾ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നാടൻ പാട്ടുകളെല്ലാം തന്നെ, നാടൻ പാട്ടുകൾ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഇതുപോലെ വായ്മൊഴിയായിട്ട് പകർന്നു കൊടുക്കപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇപ്പോഴത് പുസ്തകങ്ങളായി എന്നേ ഉള്ളൂ. ഇത് പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്നത് വായ്മൊഴിയായിട്ട് പകർന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒന്നാണ് നാടൻ പാട്ടുകൾ. പഴയ മനുഷ്യന്മാര് അവരുടെ വിശ്രമവേളകളിലും അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലും എല്ലാം ഈ നാടൻ പാട്ടുകൾ പാടിയിരുന്നു. അവരുടെ ദുഃഖം, വേദന, ഇതൊക്കെ പങ്കുവെക്കാനായിട്ട് ഈ നാടൻ പാട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. മറ്റൊന്ന്, അവരുടെ പണിയെടുക്കുന്ന സമയങ്ങളിൽ, പ്രത്യേകിച്ച് നമുക്ക് നെൽകൃഷിയൊക്കെ അറിയാം, ആ നെൽകൃഷിയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ അവരുടെ അധ്വാനം ലഘൂകരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള നാടൻ പാട്ടുകൾ അവര് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഞാൻ റെഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്ത പുസ്തകങ്ങളിൽ നമുക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ള ഒന്ന്, മലയാള സാഹിത്യ ചരിത്രം കാലഘട്ടങ്ങളിലൂടെ എന്നുള്ളൊരു പുസ്തകം. എനിക്കത് വായിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരണമെന്ന് തോന്നി. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതല്ല, എങ്കിൽ പോലും ഹാൻഡ് ബുക്കുകളിൽ ഇത്തരം പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടുള്ളതെല്ലാം തന്നെ ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് മലയാള സാഹിത്യത്തെ പറ്റി ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് മലയാള സാഹിത്യ ചരിത്രം കാലഘട്ടങ്ങളിലൂടെ എന്ന് പറയുന്ന എരുമേലി പരമേശ്വര പിള്ളയുടെ പുസ്തകമാണ്. അതിൽ ഇത്തരത്തിലുള്ള അവര് ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകമാണത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പുസ്തകം മനസ്സിലൊന്ന് വെക്കുക. മറ്റൊന്ന്, പഴഞ്ചൊല്ലുകള്, ശൈലികൾ, ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി
ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അക്യുറേറ്റ് ആയിട്ട് അതിനെ പറ്റിയിട്ട് ഉള്ളൊരു ടേം എന്ന് പറയുന്നത് പഴഞ്ചൊൽ സാഹിത്യത്തെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ കൃത്യമായിട്ടും കുറുക്കിക്കൊള്ളുന്ന തരത്തിലും ചിലര് പഴഞ്ചൊല്ല് പ്രയോഗം നടത്തും. ഇങ്ങനെ ആശയ പ്രകാശനം ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം, ഒരു ജനതയുടെ സാംസ്കാരികവും സാമൂഹികവും സാഹിത്യപരവുമായ ജീവിതത്തിന്റെ ഒരു ആവിഷ്കാരമാണ് പഴഞ്ചൊല്ല് എന്ന് പറയുന്നത്. ഇതിലൂടെയെല്ലാം പകർന്നു വന്ന് ഒരു രൂപം കൊണ്ടിട്ടുള്ള ഒന്നാണ് പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത്. വാചികമായിട്ട് പകർന്ന് വരുന്നവയെല്ലാം തന്നെ വായ്മൊഴികളാണെങ്കിലും അവ സാഹിത്യ രൂപങ്ങളല്ല. അതിനൊരു ഉദാഹരണമാണ് പഴഞ്ചൊല്ല് എന്ന് പറയുന്നത്. ഇത് വാമൊഴിയിലായിട്ട് വരുന്നതാണ്, എന്നാൽ സാഹിത്യ രൂപമല്ല. എന്നാൽ ഇത് ഭാഷയുടെ എല്ലാ ഗുണവും അതുപോലെ അതിന്റെ കഴിവ് ഇതെല്ലാം തന്നെ പ്രകടിപ്പിച്ച് കാണുന്ന ഒന്നാണ് പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത്. സാധാരണ ജനതയുടെ അനുഭവ വിജ്ഞാനം, ജീവിത പരിചയം, കാഴ്ചപ്പാടുകൾ ഇതെല്ലാം ഉൾക്കൊണ്ടതാണ് പഴഞ്ചൊല്ലുകൾ. സാധാരണ ജനതയുടെ അനുഭവ വിജ്ഞാനം, ജീവിത പരിചയം, കാഴ്ചപ്പാടുകൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഇത് പ്രചരിക്കുമ്പോഴും അതിന്റെ ഒരു പ്രാധാന്യം നഷ്ടപ്പെടുന്നില്ല എന്നതാണ് പഴഞ്ചൊല്ലിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ്. പണ്ട് നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ രൂപപ്പെട്ട പഴഞ്ചൊല്ലുകളാണ് എങ്കിൽ പോലും ഇന്നും അതിനൊരു എന്താ പറയാ അപ്രസക്തമല്ല. നമ്മുടെ സാഹചര്യത്തിൽ പോലും അതിനൊരു പ്രസക്തി എപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുക എന്ന് പറയുന്നത്, അത് നമ്മൾ വെറുതെ എടുക്കുമ്പോൾ എന്താണ് ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുക എന്ന് തോന്നും. പക്ഷെ ഇപ്പോഴും പ്രസക്തമായ ഒന്നാണ്. നമുക്ക് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന ഒന്നാണ്. നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ഒരു എക്സാം, LP UP എക്സാം കഴിഞ്ഞിട്ട് ഇത്ര നാള് കഴിഞ്ഞിട്ടും ഇപ്പോഴും അയ്യോ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അത് എനിക്ക് അറിയണ്ടായിരുന്നു, ഞാനത് വിട്ടുപോയി, അത് എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും മാർക്കായനെ, അല്ലെങ്കിൽ ആ 2 ചോദ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് കയറിയാണ് എന്ന് ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ? ഓരോരുത്തരും പറയുന്ന ഒരു കാര്യമാണ്. ചത്ത കുഞ്ഞിന്റെ ജാതകമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞിട്ട് അതിലൊരു മാർക്ക് പോലും നമുക്ക് കൂടാനില്ല. പക്ഷെ നമ്മളിപ്പോഴും ആ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് ഇനി ഈ മാസമല്ല അടുത്ത മാസമായാലും അടുത്ത എക്സാം ഇനി LP UP വന്നാലും നമ്മൾ ആ കഴിഞ്ഞ എക്സാമിൽ നമ്മൾ ചെയ്ത അബദ്ധത്തെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത് അത്രയും പ്രസക്തമാകുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇനി പഴഞ്ചൊല്ലിന്റെ സവിശേഷത എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറയാം. അനുഭവജ്ഞാനം, പ്രാദേശികത, പാഠഭേദം, ജീവിത സന്ദർഭം, അതിശയോക്തി, നർമ്മം, കാവ്യ സൗന്ദര്യം, ഭാഷാ സവിശേഷത, താളാത്മകത, ലാളിത്യം ഇതെല്ലാമാണ് പഴഞ്ചൊല്ലിന്റെ സവിശേഷതകളായിട്ട് വരുന്നത്. ഒരുപാട് വ്യക്തികളുടെ അനുഭവജ്ഞാനത്തിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ ജീവിത സന്ദർഭങ്ങളിൽ നിന്നും എല്ലാം വരുന്ന ഒന്നാണ്. ഇതിൽ നർമ്മമുണ്ട്, അതിശയോക്തി ഉണ്ട്. എന്നാൽ അത് എപ്പോഴും കറന്റ്ലി അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ആ പഴഞ്ചൊല്ലുകളെല്ലാം തന്നെ. പ്രാദേശിക വ്യത്യാസങ്ങൾ അതിൽ കാണും. കാരണം ഓരോ പ്രദേശത്തെയും വ്യക്തികളിൽ നിന്ന് അവരുടെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്നതായതിനാൽ അതിനൊരു പ്രാദേശികത ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഴഞ്ചൊല്ലിനെ പറ്റി കൂടുതൽ പറയാനുള്ളത്. മറ്റൊന്നാണ് ഇതിനോടൊപ്പം തന്നെ ചോദിച്ച ഒന്നാണ് ശൈലി എന്ന് പറയുന്നത് അല്ലെ? ശൈലിയും പഴഞ്ചൊല്ലും തമ്മിൽ സാമ്യമുണ്ട്, എന്നാൽ ഇവ തമ്മിൽ വ്യത്യാസങ്ങളും കുറവല്ല. ശൈലികൾ പണ്ടെന്ന പോലെ ഇന്നും ഉത്ഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ശൈലിയുടെ പ്രത്യേകത. പഴഞ്ചൊല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ചൊല്ലാണ്, അത് പണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവമാണ്, അത് ഇന്നും പ്രസക്തമാണ്. ശൈലിയും ഇതുപോലെ പണ്ട് മുതൽ ഇതുപോലെ സംസ്കാരത്തിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് രൂപം കൊണ്ടതാണ് എങ്കിൽ പോലും ശൈലികൾ ഇപ്പോഴും തുടർച്ചയായിട്ട് പുതിയത് രൂപം കൊള്ളുന്നു എന്നൊരു വ്യത്യാസം നമുക്ക് അവിടെ പറയാവുന്നതാണ്. അത് നമ്മൾ ഇതേവരെ നമ്മുടെ വീഡിയോ ചാനലുകളിലായാലും ഞാൻ കേൾക്കാത്ത ഒരു പോയിന്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശൈലികൾ ഒരുപാട് പുതിയത് രൂപം കൊണ്ടിരിക്കുകയാണ്. പഴഞ്ചൊല്ലിൽ അങ്ങനെ ഒരുപാട് പുതിയത് എന്ന് പറയുന്നതില്ല. പഴഞ്ചൊല്ല് എന്ന് പറയുന്നത് വായ്മൊഴിയിൽ നിന്ന് മാത്രമാണ്. ശൈലികൾ എന്ന് പറയുമ്പോൾ
വരമൊഴിയിൽ നിന്നും ഉണ്ടാകുന്നു എന്നതാണ് ശൈലിയുടെ പ്രത്യേകത. പഴഞ്ചൊല്ലുകള് ഒരിക്കലും അങ്ങനെയല്ല. അതുപോലെ തന്നെ പഴഞ്ചൊല്ലില് വാച്യാർത്ഥത്തിന് പുറമെ വ്യംഗ്യാർത്ഥവും സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലാത്തതുമുണ്ട്, എങ്കിൽ പോലും രണ്ടർത്ഥം എല്ലായ്പ്പോഴും ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, പഴഞ്ചൊല്ലിന് രണ്ടർത്ഥം ഉണ്ട്. കേൾക്കുമ്പോൾ ഉള്ള ഒന്നും അത് എന്തിനെയോ സൂചിപ്പിക്കാൻ കുത്തി നമ്മള് എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കുമല്ലോ, അങ്ങനെ രണ്ടർത്ഥം പഴഞ്ചൊല്ലിന് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ശൈലി എന്ന് പറയുന്നതിന് ഉദാഹരണമായിട്ട് പറയാവുന്നത് ഹരിശ്രീ കുറിക്കുക, വായ്ക്കരി ഇടുക, മുടിയനായ പുത്രൻ, മറുകണ്ഠം ചാടുക, പമ്പ കടക്കുക, നെല്ലിപ്പടി കാണുക, ഇതൊക്കെ നമുക്ക് ശൈലികളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഏതെങ്കിലും രണ്ടെണ്ണം ഒന്ന് പഠിച്ചു വെക്കാം. ശീലത്തിൽ നിന്ന് ജനിക്കുന്നവയാണ് ശൈലികൾ എന്ന് പറയുന്നത്. അതാണ് ശൈലിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത്. ശീലത്തിൽ നിന്ന് ജനിക്കുന്നതാണ് ശൈലികൾ. ചുരുക്കം ചില പദങ്ങൾ കൊണ്ട് വിപുലമായ അർത്ഥം ഈ ശൈലിയിൽ നിന്ന് നമുക്ക് കിട്ടും. മറുകണ്ഠം ചാടുക എന്നുള്ള ഒരൊറ്റ ശൈലിയില് നമുക്ക് എല്ലാം മനസ്സിലാവും. നമ്മൾ ഒരു വ്യക്തി അവൻ മറുകണ്ഠം ചാടി എന്ന് പറയുന്നുള്ളൂ, പക്ഷെ അതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ആ ഒരു ടേം കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുതിയ കാലത്തും ശൈലികൾ രൂപപ്പെടുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം അടിപൊളിയാവുക, തേച്ചു പോകുക. തേച്ചു പോവുക എന്നുള്ളത് ഒരു ശൈലിയാണ്. അതായത് നമുക്ക് വളരെ നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് അടിപൊളിയാവുക എന്ന് നമ്മൾ പ്രയോഗിക്കുന്നത്. തേച്ചു പോവുക എന്നത് പലരോടും പ്രണയം നടിച്ചിട്ട് അത് ഒഴിവാക്കുന്നതിന് തേച്ചു പോവുക, ഇതൊക്കെ ശൈലിയായിട്ട് രൂപപ്പെട്ട് കഴിഞ്ഞ പുതുശൈലി എന്ന് പറയാവുന്ന സംഭവങ്ങളാണ്. ഇത്രയൊക്കെയാണ് ശൈലിനെയും അതുപോലെ പഴഞ്ചൊല്ലിനെ പറ്റിയിട്ടും നമുക്ക് പറയാനുള്ളത്. ഇതോടൊപ്പം ചേർന്ന് ചോദിച്ച മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്, അത് കടങ്കഥകളെ പറ്റിയിട്ടാണ്. കടങ്കഥകൾ എന്ന് പറയുന്നത് അത് കുട്ടികളാണ് കൂടുതലായിട്ട് ഏർപ്പെടുന്നത്. ബാലമനസ്സുകൾക്ക് ആകർഷകമായിട്ട് ഇവ തോന്നും എന്നുള്ളത് കൊണ്ടാണ് അവര് അതില് ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. രാത്രിയിലും അതെല്ലാം ഏത് സമയങ്ങളിലായാലും അവർക്ക് ഗെയിംസ് ആയിട്ട് ക്ലാസ് റൂമിൽ തന്നെ നമുക്ക് ഗെയിം ആയിട്ട് നൽകാവുന്ന, അതായത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇപ്പോ എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ്സില് കടങ്കഥ അതിന്റെ ഒരു മത്സരം തന്നെയുണ്ട്. കടങ്കഥ ചോദിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഉത്തരം പറയുക, അത് സബ് ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പോകുന്ന ഒരു മത്സരമാണ്. അപ്പൊ കടങ്കഥ എന്ന് പറയുന്നത് കുട്ടികൾക്ക് താല്പര്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അത്തരത്തിലൊരു മത്സരം ഇത്രയും അടുത്ത ലെവലിലേക്ക് വരെ പോകത്തക്ക വിധത്തില് നമ്മൾ നടത്തുന്നത്. മുത്തശ്ശി കഥകളൊക്കെ കേൾക്കുന്ന പോലെ തന്നെ ഇതും വളരെ നമുക്ക് ഒരു ഉന്മേഷം നൽകുന്ന ഒന്നാണ്. പല ചോദ്യങ്ങൾക്കും കുറച്ച് ചിന്തിക്കേണ്ട ചോദ്യങ്ങളാണെങ്കിൽ പോലും കുട്ടികൾ ചിന്തിക്കുന്ന അവരുടെ ബുദ്ധി വികാസത്തിന്, അതായത് അവർക്ക് ചിന്തിച്ച് അവരുടെ ഒരു ബുദ്ധിയുടെ വളർച്ച അല്ലെങ്കിൽ ചിന്താശക്തിയുടെ വളർച്ച, ഇതിനൊക്കെ ഹെൽപ്ഫുൾ ആണ് ഈ കടങ്കഥകൾ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് കടങ്കഥയിൽ 2 ഭാഗം ഉണ്ട് എന്നുള്ളത്, ചോദ്യം മറ്റൊന്ന് ഉത്തരവും. പിന്നെ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്തവയും എന്നാൽ അല്പം ചിന്തിച്ച് സൂക്ഷ്മാർത്ഥമൊക്കെ ഗ്രഹിച്ച് അതിന് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നവയുമാണ് ഇത്തരം കടങ്കഥകൾ. ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വന്ന കടങ്കഥ, പഴഞ്ചൊല്ല്, ശൈലി എന്നിവയെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഓൾറെഡി പറഞ്ഞതാണെങ്കിൽ കൂടി കുറച്ചുകൂടി ഉൾപ്പെടുത്താമെന്ന് തോന്നി, കാരണം റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം ചോദിക്കുന്നു എന്നുള്ളത് കൊണ്ട്. മറ്റൊരു ചോദ്യമാണ് പ്രവേശനോത്സവം എന്തിനാണ് നമ്മൾ നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യം. തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആണ്. പുതിയ കുട്ടികള് വളരെ ഭയത്തോടെ ഒരു പുതിയ സ്കൂളിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ആകുലതകൾ ഉണ്ടാവും. ഇതെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് നിഷ്പ്രഭമാക്കാൻ സാധിക്കുന്ന തരത്തിലൊരു പ്രവേശനോത്സവം നടത്തുകയാണെങ്കിൽ അത് അന്ന് വന്ന കുട്ടികൾക്കുള്ളൊരു രസകരമായ ദിനം എന്നതിലുപരി തുടർന്നും കുട്ടികൾക്ക് ഈ കാണുന്ന പാരന്റ്സ് പറയുകയും തുടർന്നും കുട്ടികളെ ആ സ്കൂളിലേക്ക് ആകർഷിക്കാനായിട്ട് ഈ പ്രവേശനോത്സവം വളരെ ഹെൽപ്ഫുൾ ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് സമ്മാനങ്ങൾ, പാട്ട്, ബലൂൺ, ഡാൻസ് ഇതൊക്കെ ഉൾപ്പെട്ട ഒരു അന്തരീക്ഷം ആയിരിക്കും പ്രവേശനോത്സവത്തിന്റെ. കുട്ടികൾ പെട്ടെന്ന് കടന്നു വരുമ്പോൾ അവർക്ക് ഇത്രയും രസകരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ അവര് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യും. അപ്പൊ അവർക്ക് ആ പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നും ഉണ്ടാവില്ല.
അതുകൊണ്ട് തന്നെ പ്രവേശനോത്സവം അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ. ഒരു വെക്കേഷന് ശേഷമാണ് കുട്ടികളെല്ലാം പ്രവേശനോത്സവം പ്രധാനമായിട്ടും നടത്തുന്നത് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിൽ പോലും നമ്മുടെ ഒരു റീ ഓപ്പണിംഗ് ഡേയിലാണ് ഈ പ്രവേശനോത്സവം നടത്തുന്നത്. അതായത് ഒരു സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് ഒരു പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് പ്രവേശനോത്സവം നടക്കുന്നത്. അപ്പൊ എങ്ങനെ ആ കുട്ടികളെ ഒരു 2 മാസത്തെ അവരുടെ വെക്കേഷൻ വളരെ വർണ്ണാഭമായിരിക്കും. അതിൽ നിന്ന് പെട്ടെന്ന് ആദ്യത്തെ ദിവസം തന്നെ പുസ്തകങ്ങളിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു അവസ്ഥയോട് അഡ്ജസ്റ്റ് ചെയ്യാൻ. അതിന് ഒരു ബദലായിട്ടാണ് നമ്മൾ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ജോയ്ഫുൾ ആയിട്ടിരിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത്. എങ്കിൽ പോലും എല്ലാ കുട്ടികളുടെയും ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള തിരിച്ചുവരവിനെ നമ്മൾ ആഘോഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കളർഫുൾ ആയിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് ഇതിന് നമ്മൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് എത്രയോ മനോഹരമാകുന്നു അതിനനുസരിച്ച് കൂടുതൽ കുട്ടികൾ സ്കൂളിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം കൂടി അവിടെ നമുക്ക് ഉണ്ട്. ഇത്രയാണ് പ്രവേശനോത്സവം എന്തിന് എന്ന ചോദ്യത്തിന് നമുക്ക് നൽകാവുന്ന ഉത്തരം. ഇംഗ്ലീഷുമായി റിലേറ്റ് ചെയ്ത മറ്റൊരു ചോദ്യം, പ്ലേസ് ഓഫ് ഇംഗ്ലീഷ് ഗെയിംസ് ഇൻ ടീച്ചിങ് ഇംഗ്ലീഷ്. എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? ഒരുപാട് ഇംഗ്ലീഷ് ഗെയിംസ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഓൾറെഡി. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കുട്ടികളുടെ കഴിവിലെ ടെസ്റ്റ് ചെയ്യാൻ, ആ കഴിവിനെ ടെസ്റ്റ് ചെയ്യാൻ, വൊക്കാബുലറി എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെന്റൻസ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള കുട്ടികളുടെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നറിയാനായിട്ട് നമുക്ക് ലാംഗ്വേജ് ഗെയിംസ് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ക്ലാസ് റൂം ലൈവ്ലി ആയിട്ട് എപ്പോഴും ഇരിക്കും, അതിന് ലാംഗ്വേജ് ഗെയിംസ് ഹെൽപ്ഫുൾ ആണ്. മറ്റൊന്ന്, കുട്ടികൾക്കിടയിൽ ഒരു കോപ്പറേഷൻ ഒരു ഗെയിംസിന്റെ ഇടയിൽ വളരും. ലാംഗ്വേജ് ലേണിംഗ് പഠിക്കാനായിട്ടൊരു കോപ്പറേഷൻ കുട്ടികൾക്കുള്ളിൽ വളരും. ലാംഗ്വേജ് ഗെയിംസ് അതിനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. മറ്റൊന്ന്, എല്ലാ കുട്ടികളും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠനത്തിലാണെങ്കിൽ മലയാള പഠനവും കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ലാംഗ്വേജ് ടീച്ചിങ്ങിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് പ്രത്യേകമായിട്ട് എടുത്ത് പറയുമ്പോൾ നമുക്ക് പറയാവുന്ന കാര്യമാണ്, എല്ലാ കുട്ടികളും ഇംഗ്ലീഷിന്റെ പഠനത്തിൽ വരില്ല. നമ്മൾ എത്രയൊക്കെ പഠിപ്പിക്കാനായിട്ട് നോക്കിയാലും കുറച്ച് കുട്ടികൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞ്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ടാവും. അവരെ മുന്നിലേക്ക് വരുത്താനായിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ലാംഗ്വേജ് ഗെയിംസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രശ്നം ആയിട്ട് നമുക്ക് ഇതിനോടൊപ്പം പറയാവുന്ന കാര്യം, ലിമിറ്റഡ് ടൈമാണ് നമുക്ക് ഓൾറെഡി ഉള്ളത് ടീച്ചറിന്. അതിനിടയിൽ ഇത് നടത്തുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചോദിച്ചാൽ മാത്രം പറയാനുള്ള കാര്യമാണ്. ലാംഗ്വേജ് ഗെയിംസ് നമ്മൾ എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്ന ചോദ്യം ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഉത്തരവും, തുടർന്ന് ഇത് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നതെങ്കിൽ, അത് ഇതുവരെ ചോദിച്ചിട്ടില്ല, ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയണം അത് ലിമിറ്റഡ് ടൈം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലി മെന്റൽ ആയിട്ടുള്ള ഏജ് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഗെയിംസ് നിർമ്മിക്കേണ്ടത്. തീർച്ചയായിട്ടും ഗെയിംസ് ഒരുപാട് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഒരു നിലവാരത്തിലേക്ക് ആക്കി കൊണ്ടുവന്നിട്ട് വേണം അവരെ കൊണ്ട് കളിപ്പിക്കാൻ. ആ ഒരു നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഗെയിമിന്റെ ഒരു ലെവലിലായിരിക്കരുത് എപ്പോഴും അവർക്ക് കൊടുക്കേണ്ടത്. അവരുടെ ലെവലും കൂടി അറിഞ്ഞിട്ടായിരിക്കണം നമ്മൾ ആ ഗെയിമിനെ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് വേണം നമ്മൾ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ. അതുപോലെ തന്നെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കണം നമ്മൾ ആ ഒരു ഗെയിം കൊടുക്കേണ്ടത്. നമ്മൾ നൗണോ പ്രോനൗണോ ഒക്കെ പഠിപ്പിക്കുന്നതിന്റെ ഇടയിലായിരിക്കരുത് വൊക്കാബുലറി ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള ഒരു ഗെയിം കൊടുക്കേണ്ടത്. അതതിന് നൗൺ കുറച്ചുകൂടി കുട്ടികൾക്ക് എത്തുന്ന തരത്തിലുള്ള ഗെയിംസ് ആയിരിക്കണം ആ ഒരു ടൈമിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. അത്തരത്തിൽ റെലവെന്റ് കോണ്ടെക്സ്റ്റ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ മാത്രമേ അത് എഫക്റ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ലേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ അവരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അവരെ എന്റർടൈൻ അല്ലെങ്കിൽ എൻകറേജ് ചെയ്യിക്കാനുള്ള ഒരു സംഭവമായിരിക്കണം നമ്മൾ ആ ഗെയിമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലൂടെ തന്നെ ഒരു നല്ല ഫ്ലുവൻസി പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഗെയിംസുകൾ ഉൾപ്പെടുത്താനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ലാംഗ്വേജ് ഗെയിംസിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ലാംഗ്വേജ് ഗെയിംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും മലയാളം ഇംഗ്ലീഷും ആണ് കൂടുതൽ പ്രാവശ്യം ചോദ്യം വന്നത് ഇന്നത്തെ ഒരു വീഡിയോയിൽ. തീർച്ചയായിട്ടും അത് ചോദിക്കാനുള്ള കാരണം ഈ ഒരു ഇത്തരം ചോദ്യങ്ങൾ കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഡിസ്കഷൻ കൂടുതൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. കാരണം ഇപ്പോ നമ്മുടെ വിദ്യാഭ്യാസത്തില് പ്രത്യേകിച്ച് LP തലത്തില് മലയാളം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇത് രണ്ടും കുട്ടികളിൽ മികച്ച രീതിയിൽ എത്തിക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് അവരുടെ ഒരു കൺസെപ്റ്റ്. അതാണ് കാരണം ഇംഗ്ലീഷിലായാലും ടീച്ചേഴ്സ് അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എങ്കിൽ അവർ വേറെ സ്കൂളിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളൊരു അവസ്ഥ വരുന്നു. മലയാളം ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് ആണ് 8ാം ക്ലാസ്സിലെ കുട്ടികളിൽ വരെ എത്രയോ 80% പേർക്ക് കൃത്യമായിട്ട് മലയാളം എഴുതാൻ അറിയുന്നില്ല എന്നൊരു ന്യൂസ്. ഇതൊക്കെ കേൾക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഇംഗ്ലീഷ് മലയാളം റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി പോവുക. നല്ലൊരു ഇന്റർവ്യൂ നിങ്ങൾക്ക് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട ബാക്കിയുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ തന്നെ താഴെ കമന്റ്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.